ഗൈസ് ഇന്ന് 7:30 ഇറങ്ങിയേക്കണത്. 7 മണിക്ക് ഇറങ്ങിയാണ് ഗൈസ്. പക്ഷേ ഓള് ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഫുഡ് കഴിക്കാതെ പോയി കഴിഞ്ഞാലേ നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. സോ ഫുഡ് കഴിക്കാൻ വേണ്ടി ലേറ്റായിട്ടാണ്. ഓ ഒരു കാക്ക ഷിറ്റിട്ടുണ്ടല്ലോ ഇവിടെ. അവനൊന്ന് സെറ്റാക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാനൊന്ന് ഫുള്ള് ക്ലീനപ്പ് ചെയ്യട്ടെടാ, എന്നിട്ട് ബാക്കി നോക്കാം. ഫ്രണ്ട്സ് ഓൾ സെറ്റാണ്ടാ, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഊബർ ഓണാക്കി ഇട്ടില്ലട്ടാ ഗൈസ്, ഞാൻ വിട്ടുപോയി. ശരിക്കും ഞാൻ തുടങ്ങുമ്പോൾ ഇത് ഓണാക്കി ഇടണമായിരുന്നു, വിട്ടുപോയി ഗൈസ്. ഓക്കെ പോട്ടെ. ഞാൻ ഫുള്ള് കൊടുത്ത് സെറ്റാക്കിയിട്ടേക്കണായിരുന്നു. ഇത് വേണം വെറുതെ -24. എന്താണ് ഊബർ പിഴിഞ്ഞ് കൊല്ലോ. കഴിഞ്ഞ ദിവസം ഓടിക്കഴിഞ്ഞ് ഊബറിൻ്റെ കമ്മീഷനൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടേക്കണത്. ഇപ്പോൾ ഓണാക്കി നോക്കിയപ്പോൾ വാലറ്റിൽ വെറുതെ 24 രൂപ. എന്തിന്? എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? ഒന്നുമില്ല വേണ്ട. ഞാൻ ക്യാഷ് ഔട്ട് ചെയ്തെടുത്തത് 435 രൂപ. ഇപ്പോൾ വെറുതെ നോക്കിയപ്പോൾ 24 രൂപ മൈനസ്. ഒരാവശ്യമില്ല. ഒന്നും മനസ്സിലാകണല്ല. ചില സമയത്ത് നമുക്ക് ആരോട് ചോദിക്കാൻ, ആരോട് പറയാൻ, ആ സാധനമൊക്കെയാണ്. വണ്ടിയിൽ 3 കട്ട CNG ഉള്ളൂ കേട്ടോ കേസ്. 3 കട്ട CNG ഉള്ളൂ. സോ നമുക്ക് എന്തായാലും CNG അടിക്കണം. നോക്കിയേ ആകെപ്പാടെ ഓടിയേക്കണത് 86 കിലോമീറ്ററാണ്. തോപ്പുംപടിയിൽ നിന്ന് പമ്പിൽ നിന്ന് അടിച്ചതാണ്ടാ. 86 കിലോമീറ്റർ ഓടിയേക്കണത്. CNG ഇത്ര കഴിഞ്ഞ് 100-120 കിലോമീറ്ററൊക്കെ ഓടുള്ളൂ എന്നാണ്. പക്ഷെ എൻ്റെ പൊന്നെ, നമുക്കെന്തായാലും CNG അടിച്ച് ഫുള്ളാക്കി ഇടാം. വണ്ടിക്ക് എയർ കുറവാണെന്ന് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല. യാത്രയും കൂടി ഓണാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്നാൽ പിന്നെ വലയും കൂടി ഓണാക്കിയിട്ടേക്കാം ഗൈസ്. ഞാൻ പറയാൻ വിട്ടുപോയിട്ടാ, കഴിഞ്ഞ ദിവസം ഞാൻ കമ്പനിക്കാരായിട്ടൊക്കെ ഒന്ന് പുറത്ത് പോയായിരുന്നു. നമ്മുടെ അനിയൻപിള്ളയുടെ ടർബോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു December 9. അപ്പം ജസ്റ്റ് ബ്ലാസ്റ്റിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങൾ വേറെ ഊബർ വിളിച്ചിട്ടാണ്ട ഞങ്ങൾ പോയത്. ആ സമയത്ത് ഒരു വണ്ടിയിൽ, പുതിയ വണ്ടിയാണ്ടോ, ഒരു 4-5 മറ്റേ ടെഡ്ഡി ബിയറില്ലേ, അതേപോലത്തെ കുറുക്കനും കുരങ്ങനൊക്കെ ഇങ്ങനെ 4 എണ്ണം വെച്ചേക്കണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഡിസൈൻ ചെയ്ത് വെച്ചാൽ, പക്ഷേ തല കുത്തിയൊക്കെ ഇരിക്കണത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ ബ്രോ ഇങ്ങനെ ഇരിക്കണേന്ന് വെച്ച്. പുള്ളി പറയണ എൻ്റെ അടുത്ത്, ബ്രോ ഇതൊരു സൈഡ് ബിസിനസ്സാണ്. സൈഡ് ബിസിനസ്സാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയണതാണ്, പിള്ളേരൊക്കെ കയറുമല്ലോ, പിള്ളേർ കയറി കഴിയുമ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ കരച്ചിൽ തുടങ്ങും. അത് വേണം എന്നുള്ള രീതിയിൽ കരച്ചിൽ തുടങ്ങും. ബുദ്ധിമാനാണ്ടവൻ. അപ്പോൾ ഇയാളെന്ത് ചെയ്യും, അതൊരെണ്ണം എടുത്ത് കൊടുക്കും. കസ്റ്റമർ ഇറങ്ങാൻ നേരത്ത് അതിന് 200 റുപ്പീസ് ഉള്ളൂ സാറെന്ന് പറയും. മനസ്സിലായോ? അവനത് ഹോൾസെയിൽ റേറ്റിൽ മേടിച്ച് വെച്ചേക്കണ്. മനസ്സിലായോ? സൈഡ് ബിസിനസ് എന്ത് രീതിയിലാണ് ചിന്തിക്കണ ആൾക്കാർ, കാശൊക്കെ എങ്ങനെ ഉണ്ടാക്കാം. എന്നാലും അവനെ സമ്മതിക്കണോടാ. ഞാനപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഒരു കൺഗ്രാറ്റ്സും കൊടുത്തിട്ടാണ് അവന് വിട്ടത്. കീപ്പ് ഇറ്റ് അപ്പ് ബ്രോ എന്ന് പറഞ്ഞ്. അവൻ്റെ കഴിവ് ഉപയോഗിച്ച് ചെയ്യണാണ്, ഏണിങ്ങാണ് മച്ചാൻ. എന്തായാലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിച്ചേക്കിട്ടാ, എല്ലാവരും ഒന്ന് പരിചയപ്പെടട്ടെ മച്ചാനെ. 7:56 ഇതുവരെ നോ അടി. ഇന്ന് ബുധനാഴ്ച കേട്ടോ, 18-ാം തീയതിയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ വെച്ചാൽ വരെ കുറേ പേര് മെസ്സേജ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമോ. എനിക്ക് എല്ലാവരും ചോദിക്കണ വേറെ ഒന്നുമല്ല, മച്ചാൻ എങ്ങനെയുണ്ട് വണ്ടി എടുത്ത് ഇറങ്ങിയാൽ രക്ഷപ്പെടും. അതിനോട് എനിക്ക് പറയാനുള്ളത് മച്ചാൻ, ഇത് ലക്കാണ്. ഈ സംഭവം എപ്പോൾ ഓട്ടം വരും, ഇതൊക്കെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് നമ്മൾ ഊബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചില ദിവസം ഓട്ടം ഉണ്ടാവും, ചില ദിവസം ഓട്ടം ഉണ്ടാവില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് അത് ആർക്കും പറയാൻ പറ്റില്ല. ഊബർ ഓടിക്കണ ആൾക്കാർ ദേഹണ്ട, ഞാൻ പോലും വിചാരിച്ചില്ല. വേണ്ട അടി വന്നേണ്ട, ഇതേപോലെ അടി വരും പോവും. അതൊക്കെ തന്നെ സംഭവം. അപ്പോൾ ഇറങ്ങണവരാരുടെയും വാക്ക് കേൾക്കാതെ എല്ലാം ഭാഗ്യം പോലെയാണെന്നുള്ള രീതിയിൽ ചിന്തിച്ച് ഇറങ്ങാട്ടോ. ഞാൻ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. ദൈവമേ കാത്തോളണേ. അതാവേ മിന്നിച്ചേക്കണേട്ടാ ഇന്നത്തെ ദിവസം. ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് പിക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന എല്ലാ ഓട്ടങ്ങളും ഈ 2 കിലോമീറ്റർ അപ്പുറം 3 കിലോമീറ്റർ ഇപ്പുറം അങ്ങനെയൊക്കെയാണ് പിക്ക് ചെയ്യാൻ വന്നേക്കണം. സീറ്റിങ് കറക്റ്റ് ആയിരുന്നില്ല. ഓക്കെ, ഫോർട്ട് കൊച്ചിയിലേക്കാണ് കാണിക്കുന്നതെന്ന് വേണ്ട. പെരുമ്പടപ്പിൽ നിന്ന് പിക്ക് ചെയ്ത് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക്.
ബാർ കണ്ടപ്പോഴാണ് ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ സാറ് മദ്യപിച്ച് വാഹനം ഓടിക്കണവരാ അടിച്ച് പുറത്താക്കാനുള്ള നിയമമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം മദ്യപിച്ചെന്നൊക്കെ ആരും വണ്ടി ഓടിക്കരുത്. കാരണം നമ്മുടെ ജീവൻ പോയാലും കുഴപ്പമില്ല, മറ്റുള്ളവരുടെ ജീവൻ നമ്മ കാരണം പൊലിയരുത് റോട്ടിൽ. അത് നല്ലൊരു തീരുമാനം ഉണ്ടാകും. രണ്ടെണ്ണമൊക്കെ അടിച്ചു കഴിയുമ്പോൾ ആർക്കായാലും വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങാനൊക്കെ തോന്നും. ചിലപ്പോൾ നമ്മൾ സൂപ്പർമാനാണ്, മനസ്സിലായി, മിന്നൽ മുരളിയാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ആ തോന്നലിൽ ഒരാൾക്ക് അപകടം പറ്റിക്കഴിയുമ്പോൾ എല്ലാവരും കുടുങ്ങും. വെറുതെ ജീവിതം തുലക്കാൻ വേണ്ടി അങ്ങനത്തെ പരിപാടിയൊന്നും ആരും കാണിക്കരുത്. മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക, നമ്മുടെ നിയമങ്ങളെല്ലാം പാലിച്ച് ഓടിക്കാൻ നോക്കുക. പിന്നെ വേറെ സംഭവങ്ങൾ എന്ന് പറയുന്നത് വേണ്ട, പിള്ളേർ നമ്മളെ ഡിസംബർ മാസം ഇനി ജനുവരിയൊക്കെ തുടങ്ങുമ്പോൾ പിള്ളേരൊക്കെ റോട്ടിലായിരിക്കും. പിള്ളേരെ കാണുമ്പോൾ മാക്സിമം ഒരു 10 കിലോമീറ്റർ സ്പീഡിൽ പോലും നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ഓടിക്കുക. പിള്ളേരെപ്പോൾ എന്ത് സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ചാടാം പിള്ളേർക്ക്. ആണോ വട്ടിയൊക്കെ വട്ടം ചാടണ്ട. ഇതേപോലെ ബൈക്കിന് പോകുമ്പോഴും നിങ്ങൾ സൂക്ഷിക്കുക. എപ്പോൾ വേണമെങ്കിലും പട്ടിയും വട്ടം ചാടും. നമ്മ മര്യാദക്ക് നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാന്ന്. പിന്നെ മറ്റുള്ളവർ വന്ന് നമ്മുടെ നെഞ്ചത്ത് കയറുന്നതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, അത് വിധിയാണ്, മനസ്സിലായ. നമ്മ എത്ര നോക്കി ഓടിച്ചാലും ഇങ്ങോട്ട് വന്ന് കയറും ബ്രോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണല്ലേ. അതാ പറഞ്ഞ, അത് വിധിയാണ്. അയ്യോ, കുഴി വഴി കൂടിയാണോ പോയിക്കൊണ്ടിരിക്കണം. കുഴി വഴി, റോഡെന്ന് പറയാൻ പറ്റില്ല. എന്റെ ദൈവമേ, വണ്ടി പോവും. ചേച്ചി അതിൻ്റെ ഉള്ളിൽ കയറ്റിക്കോ, ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ടും കയറ്റാം. ഓക്കെ, സെറ്റ്. സാധനം എൻ്റെ മോനെ, ഇത് ഓഫ് റോഡാണ്ട്. ഗൈസ് ഞാൻ പിക്കേട്ടാ, ഞാൻ കസ്റ്റമറെ കാണിക്കില്ല. ഗൈസ് ഇപ്പോൾ 8:31 നമ്മ ഊബറിൽ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണ് നിൽക്കണേട്ടാ. ഇപ്പോൾ നമ്മുടെ ജയ്ബ്രോ വിളിച്ച് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഫോർട്ട് കൊച്ചിയിലുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് മട്ടാഞ്ചേരിയിൽ പുള്ളിയുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് പരിപാടി, നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. പോവാം, ചായ കുടിക്കാൻ പോവാം. ഗൈസ് അങ്ങനെ ഞാനെല്ലാം ഓഫ്ലൈനാക്കി. അപ്പോൾ നമ്മുടെ ജയ്ബ്രോ പറഞ്ഞ പോലെ ഒരു ചായ കുടിക്കാൻ നമ്മളിങ്ങോട്ട് ക്ഷണിച്ചതാണ്. നമുക്ക് എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് ബാക്കി കാര്യം നോക്കാട്ടാ. ചായ കുടിക്കാൻ വേണ്ടി മട്ടാഞ്ചേരി പോണേട്ടാ. നമ്മുടെ കമ്പനിക്കാരൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവാതിരിക്കുമോ? നോ, ഇതെല്ലാം ഞാൻ ഓഫ്ലൈൻ ആക്കിയിട്ടാണ് പോകണം. കാരണം ഓഫ്ലൈൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ സീനാവും, നമുക്ക് ട്രിപ്പ് കിട്ടൂല പിന്നെ ട്രിപ്പ് എടുത്തില്ലെങ്കിൽ. അതുകൊണ്ട് നേരെ നമ്മൾ പോകുന്നത് ജയ്ബ്രോൻ്റെ ഒപ്പം ചായ കുടിക്കാൻ. പിന്നെ ഇപ്പോൾ കയറിയ കസ്റ്റമർ പണ്ട് ഞാൻ PSC ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അപ്ലൈ ചെയ്തെന്ന ഒരു ചേച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചു മോനെ ഇപ്പോൾ നീ ഊബറാണോ ഓടിക്കണത്? അപ്പോൾ ഞാൻ ആ ചേച്ചിനോട്, ചേച്ചിക്ക് ആദ്യം തന്നെ മനസ്സിലായില്ല. ആ ചേച്ചിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ചേച്ചി ഇന്നപോലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു PSC ഒക്കെ അപ്ലൈ ചെയ്യാൻ മറിച്ചാണ് അങ്ങനെ കമ്പനി അടിച്ച്. അപ്പോൾ പുള്ളിക്കാരത്തി ഓക്കെ മനസ്സിലായി ആ സാധനമൊക്കെ. പിന്നെ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് നാളെ ഒരു ഹിൽ പാലസ് ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രിപ്പ് ഉണ്ട്, പലപ്പോഴും ട്രിപ്പ് ഉണ്ടാവും. എനിക്ക് കോൺടാക്ട് നമ്പർ എന്നാന്ന് പറയും. ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, സെറ്റാണ്. പിന്നെ PSCയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പുള്ളിക്കാരത്തി പറഞ്ഞു എടാ പോലീസ് ഡ്രൈവർ വേക്കൻസി ഉണ്ട്, നീ അപ്ലൈ ചെയ്താന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞില്ല, അപ്ലൈ ചെയ്തിട്ടില്ല, എൻ്റെ ഏജ് ഓവറായി പോയി തോന്നിട്ടാ. 28 വയസ്സ് വരെ എന്തേ ഉള്ളൂ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏജ് ഓവർ എന്നുള്ള സീൻ പറഞ്ഞിട്ടാ. അപ്പോൾ ഓക്കെ. അപ്പോൾ മച്ചാമാരെ ഈ വീഡിയോ കാണാൻ ആരെങ്കിലും മറ്റേ പോലീസ് ഡ്രൈവർ പരിപാടിയിലേക്ക് കയറാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-ാം തീയതി ഒരു സമയം ഉണ്ടിട്ടാ. നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞുതരാം. സഹായിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ സഹായിക്കോട്ടെ ഗൈസ്. ബാക്കി ഇനി നമുക്ക് ജയ്ബ്രോൻ്റെ ഒപ്പം എവിടെയെങ്കിലും പോയി ചായ കുടിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരി ജൂ ടൗണിൽ അവിടെ എത്തിയിരിക്കുകയാണ്. This is a government women's and children hospital and this is മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ബസ്സുകൾ ഇങ്ങനെയാണ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. യെസ്,
നിങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ പല ടൈമിൽ ഈ ലൊക്കേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ട് മടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് ഇപ്പോൾ വാട്ടർ മെട്രോ വരാൻ വേണ്ടി പോകുന്നത്. ദിസ് സൈഡ് ആൻഡ് വെൽക്കം ടു ജൂ ടൗൺ. ഡിസംബർ മാസമാണ് കേട്ടോ, തിരക്കൊന്നുമില്ല, തിരക്കില്ലാത്ത തിരയായിട്ടുള്ള ഗൈസ്, അതാണ്. ആൻഡ് അടാ ഇവിടെയൊക്കെ ഭയങ്കര ഫോട്ടോഗ്രാഫിയാണ് ഗൈസ്. ദിസ് ഈസ് വെഡ്ഡിങ് ഷൂട്ടാണ്. വെഡ്ഡിങ് ഷൂട്ട് ഈസ് ഗോയിങ് ഓൺ ആൻഡ് വി വിൽ പാർക്ക് ഹിയർ. ഇവിടെ പാർക്ക് ചെയ്യാം. ഇനി നമ്മുടെ ജയ്ബറോടൊപ്പം പോയിട്ട് ചിലപ്പോൾ ഫോർട്ട് കൊച്ചിയിലായിരിക്കട്ടെ പോയി ചായ പിടിക്കാൻ വേണ്ടി പോണത്. ഇപ്പം സമയം 8:44 9 മണിയായിട്ടാ. ജയ്ബ്രോ വന്നിട്ടില്ല. ജയ്ബ്രോ ഇപ്പോൾ വരാന്ന് പറഞ്ഞിരിക്കണേ. എനിക്ക് തോന്നണേ പള്ളിയിലാണെന്ന് തോന്നുന്നു പുള്ളി, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണം കേട്ടോ. ഇവിടെ ഫോട്ടോ ഷൂട്ട് വന്നുകൊണ്ടിരിക്കണതാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അതിൻ്റെ അതേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഇവിടെ. അച്ഛനോടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ആദ്യത്ത്. ഇവിടെ രാവിലെ തിരക്കുണ്ടാവില്ല, അപ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണ സമയം ഇതാണ്. രാവിലെ അടിപൊളിയാണ്. അതിൻ്റെ ഒരു ഇടിവെട്ട് ക്യാമറ കണ്ടിരിക്കുന്നത്. മച്ചാൻ ആ ഒരു ക്യാമറ സെറ്റ് ചെയ്യാൻ തന്നെ എനിക്ക് വന്ന ഒരു 3/4 മണിക്കൂർ പിടിച്ചിട്ടാ. പപ്പാനിക്കളി ടീം പോയിട്ടാ ഷൂട്ട് ചെയ്തിട്ട് 1 മണിക്കൂർ പിടിച്ചിട്ടാ പുള്ളി അത് സെറ്റ് ചെയ്യാൻ. എൻ്റെ പൊന്നോ സമ്മതിക്കണോട്ടെ. ഇവിടെ നമ്മൾ ഈ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യണ പോലെ അല്ല ഡ്രൈവറിലേക്ക് കഷ്ടപ്പാട്. എൻ്റെ പൊന്നെ ദൈവമേ, ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി 1 മണിക്കൂർ ഇവിടെ കളഞ്ഞിട്ടാ. 7:30 ഇറങ്ങിയ ഞാനാണ്. ബ്രോ വേറെ അറിയൂ, പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞില്ലേ? ഒരു ചായ കുടിക്കാൻ വേണ്ടി കൂട്ടുകാർ തന്നെ പോസ്റ്റ് അടിക്കുന്തോറും ചായയുടെ രുചി കൂടുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത്തിരുന്ന് കുടിക്കുന്ന ചായ ആകുമ്പോൾ അതിന് രുചി കൂടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഇത്രയും പോസ്റ്റ് അടിച്ച സ്ഥിതിക്ക് ഇനി ചായ അതൊരു 1.5 ചായ ആയിരിക്കാനേ ചാൻസ് ഉള്ളൂ. കാരണം ചായ കുടിക്കാൻ വിളിച്ചേക്കണ വ്യക്തി അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ജൂ ടൗണില് സ്റ്റാർ തൂക്കിട്ടുണ്ടാ, ഞാനത് കാണിച്ചു തരട്ടെ നിങ്ങളാ. ആ സ്റ്റാറിന്റെ മേളിൽ ഷീറ്റ് ഇടണല്ലോ ആടാ. അപ്പം മഴ പെയ്ത നശിയാതിരിക്കാൻ വേണ്ടി ഉണ്ടായിട്ടാണ്. രാത്രി നൈസാണ്. ഇവിടെ നല്ല നീറ്റായിട്ട് ഇടാനാണ് ഉള്ള ചേട്ടന്മാരടിച്ച് സെറ്റായിക്കൊണ്ടിരിക്കണേട്ടോ. അടിച്ച് റോഡിലേക്ക് ഇട്ടാ. ജയ്ബ്രോനൊന്ന് വിളിച്ച് നോക്കിയേക്കട്ടെ. ജയ്ബ്രോ ഇനി കിടന്ന് ഉറങ്ങിയ. കോളുകൾ സ്വീകരിക്കണില്ലെന്ന്. ഒടി ഇടാ, അങ്ങനെ ഒടിക്കൊന്നുമില്ലടാ. ചങ്കാണ്, ചങ്ക് എന്നൊക്കെ പറയൂലേ, ബടാ ചങ്ക്. എന്തെങ്കിലും തിരക്കിലേക്കണായിരിക്കും. നമ്മളിവിടെ നിൽക്കും. ഇനി എന്തായാലും കണ്ടിട്ടേ പോവുള്ളൂ. എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മളിവിടെ നിൽക്കും. ഞാനും ബാധിക്കാതെ തന്നെ നിൽക്കണേ. ബാധിക്കല സൈഡിലോട്ട് എത്ര നേരമായി? 2 മണിക്കൂറിനടുത്തായാലും ഇപ്പം ആ സൈഡിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പോസ്റ്റ് അടിച്ചെങ്കിലും വിളിച്ചിട്ടാ. ഇപ്പം വരും. പുള്ളി പ്രാർത്ഥനയിലൊക്കെ ഇരിക്കുവേ. നമ്മങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണതും ശരിയല്ല. കാര്യം ശരി, നമ്മുടെ കൂടപ്പുറപ്പാണ്. എന്നാലും അങ്ങനെയൊക്കെ ചെയ്യാമോ? ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യട്ടോ. 9:36 നമ്മുടെ ജയ്ബ്രോ വന്നിട്ടാ. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ട് വരാം. എവിടെ പോകണം ജയ്ബ്രോ ചായ കുടിക്കാൻ? എങ്ങോട്ടാ പോകേണ്ടത്? നമുക്ക് നേരെ പോട്ടെ. ഇപ്പം നേരെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ പോകട്ടാ. ഞാൻ ട്രിപ്പ് ഇട്ട് വെച്ചാണ് കേട്ടാ. നമ്മുടെ കൊച്ചിയിൽ ഇതാണ്ടാ ഓപ്പൺ ബസ് വന്നിട്ടാ, ഡബിൾ ഡെക്കർ. ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. എനിക്കറിയില്ല സംഭവം. നമുക്ക് ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാട്ടെ എന്തായാലും. അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഞങ്ങൾ തോപ്പുംപടി എത്തിയിട്ടാ. അങ്ങനെ തോപ്പുംപടി പാലവും കഴിഞ്ഞിട്ടാ നമ്മുടെ വൈറ്റില പമ്പിൽ നിന്ന് CNG അടിക്കട്ടെ. വൈറ്റില മറ്റേ ചക്കരപ്പമ്പ്. ബസ്സൊക്കെ ഗ്യാസായിട്ടാ കൈസ്.
ബസ്സിലൊക്കെ ഇപ്പൊ ഗ്യാസിലാണ് പോണത് ഗൈസ്. നമ്മ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. 10:17 നേരെ പോയി ഇപ്പൊ വൈറ്റിലെത്തിയിട്ടാ ഗൈസ്. ഞാൻ ഇന്ന് ട്രിപ്പ് ഇട്ടേക്കണത് ഇന്ന് നമ്മ എത്ര കിലോമീറ്റർ ഓടിച്ചെന്നുള്ളത് കണക്കാണ്ടാ. നമുക്ക് എന്തായാലും രാത്രിയാകുമ്പോ നോക്കാം. ഇതൊരു നാഷണൽ പെർമിറ്റ് വണ്ടി കണ്ടിട്ടാ. അതിന്റെ ടയർ ഇരിക്കണ സീൻ കോൺട്ര ഓട്ടടിച്ച് സീനടിക്കണം. അങ്ങനെ നമ്മ ഇടപ്പള്ളിയും കഴിഞ്ഞിട്ടാ. ഇപ്പൊ 10:26 ചായ കുടിച്ചിട്ടില്ല. അങ്ങനെ 10:55 ആയിട്ടാ. അതായത് 35 കിലോമീറ്ററോളം ഓടിയിട്ടാ നമ്മളിപ്പോൾ എയർപോർട്ടിന്റെ സൈഡിലെത്തിയിട്ടാ. ഇവിടെ ഒന്ന് എയർ അടിക്കാൻ വേണ്ടി കയറിയതാണ്. എയർ കുറവായിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ ടോയ്ലറ്റിൽ പോയതാണ്ടാ. ഇബ്രോന്റെ അടുത്ത് നേരെ പോ ഇത് മാത്രമേ പറഞ്ഞിട്ടുണ്ടാ. ഞാൻ 35-ലാണ് പഠിക്കണത്. വണ്ടിയുടെ എയർ ഫുള്ള് കുത്തി കളഞ്ഞിട്ട് നൈട്രജൻ ആക്കണം. അതിപ്പോൾ ഇനി സമയം എടുക്കും. അതുകൊണ്ട് ഇപ്പോൾ സാധാ എയറിൽ തന്നെ പോവാം. പൈസ അങ്ങനെ പോണ വഴിക്ക് എയർപോർട്ട് കഴിഞ്ഞിട്ടാ. പോണ വഴിക്ക് കുംബ്ലീസ് നാരങ്ങ കണ്ടപ്പോൾ ഒരെണ്ണം മേടിക്കാന്ന് പറഞ്ഞു. അപ്പം കരിക്ക് കുടിച്ചിട്ട് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ടാ. ചായ കുടിക്കാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കണത്. അപ്പം കരിക്ക് കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചായ കുടിക്കാൻ പറഞ്ഞു. ബ്രോന്റെ തലയും ഇതുപോലെ കൈസ്. നമ്മ ഇപ്പം കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയ ചേട്ടൻ സ്പെയർ പാർട്സ് ഒക്കെ ഇവിടെ ചെയ്യണേണ്ട. ചേട്ടൻ്റെ പേരെന്താ? റജീം അല്ലേ? അപ്പൊ ചേട്ടൻ നമ്പർ എന്ന് പറഞ്ഞേ. എല്ലാ വണ്ടിയുടെ സ്പെയർ ഉണ്ടല്ലേ? നമ്പർ എന്ന് പറയോ? 97. അപ്പൊ ചേട്ടനെ വിളിച്ചാൽ സ്പെയർ പാർട്സ് ഒക്കെ വേണമെന്നുള്ളത് നമ്മളെ ചേട്ടനെ വിളിച്ചാൽ. നമ്മുടെ എയർപോർട്ടിന്റെ അടുത്താണ്ടാ. നമ്മുടെ വണ്ടി കണ്ട് കുറെ പേർക്ക് നമ്മൾ അറിയാട്ടെ. ഇപ്പൊ ഞാൻ കൊച്ചി റൈഡറിന് സ്റ്റിക്കർ അടിച്ചിട്ടില്ല സത്യത്തില്. പക്ഷെ കരിക്കുടിക്കാൻ വന്നപ്പോ നമ്മളറിയാവുന്ന ആൾക്കാരാകുമ്പോ അതൊക്കെ ഒരു സന്തോഷോട്ടാ. പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിച്ചാൽ ഇങ്ങനെ സ്പെയർ പാർട്സ് ഒക്കെ ഞാൻ ചെയ്യണുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും വീഡിയോയിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ്ട. പുള്ളിക്കും ഒരു സഹായമാവുമല്ലോ. എന്തായാലും നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക്. എല്ലാ വണ്ടിയുടെ സ്പെയർ പാർട്സ് ഉണ്ടെന്നാണ് പറയണത്. 11:13 ഞങ്ങൾ ചായ കുടിക്കാൻ എത്തിയിട്ടില്ലടാ. ഇപ്പം നമ്മ ഈ നാരങ്ങയൊക്കെ അടിച്ച് കയറ്റി സെറ്റാക്കി. ബ്രോ ഇനി എത്ര ദൂരം നേരെ പോകേണ്ടി വരുമെന്ന് വല്ലതും പറയാൻ പറ്റുമോ? 1.5 മണിക്കൂറും കൂടി നേരെ പോയാലേ ഇനി ചായ കുടിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. ജയ്ബ്രോന്റെ അടുത്ത് പറഞ്ഞേ അടുത്തുള്ള CNG പമ്പിൽ നിന്ന് ഒന്നും കൂടി അടിച്ച് ഫുള്ളാക്കി ഇടാൻ പറഞ്ഞിട്ടാ. അപ്പൊ 2 കട്ട തീർന്ന് അതും കൂടി അടിച്ച് ഫുള്ളാക്കി ഇട്ടോളാൻ പറഞ്ഞു CNG പമ്പിൽ നിന്ന്. ഒരു ചായ കുടിക്കാൻ എവിടെ പോണേന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഒരു കുംബ്ലി സാരങ്ങ മാറ്റി വെച്ചോ ആനക്ക് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഗൈസ് എനിക്ക് തോന്നണത് നമ്മുടെ മലക്കപ്പാറയിലേക്കായിരിക്കോട്ടാ മിക്കവാറും യാത്ര. അതിരമ്പള്ളി വഴി മലക്കപ്പാറയിലേക്കായിരിക്കും. ആനക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഡൗട്ട് ഉണ്ട്. ജയ്ബ്രോ വന്നിട്ടില്ല കേട്ടാ. ജയ്ബ്രോ എന്നോടും പറഞ്ഞിട്ടില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു നേരെ പോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം ആനക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നേരെ മലക്കപ്പാറയിലേക്കായിരിക്കും. ഇപ്പം എന്തായാലും CNG കൂടെ അടിച്ച് ഫുള്ളാക്കിയിട്ട് പോവാം. കാരണം അവിടെ CNG പമ്പൊന്നും ഇല്ല. ഇനി വരുമ്പോൾ CNG തീർന്നോണ്ടല്ലോ കയറ്റം കയറി. അപ്പം ഇന്നെന്തായാലും ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയേക്കണത് നേരെ മലക്കപ്പാറയിലായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ. നമുക്ക് നോക്കാം. ഇതിലും നമ്മളറിയാവുന്ന ഒരു സബ്സ്ക്രൈബർ മച്ചാനുണ്ട് കേട്ടോ. പക്ഷേ പുള്ളി ഇവിടെ ഇല്ല, അപ്പുറത്തെ സൈഡാന്ന് തോന്നുന്നു. കാണുന്നില്ലെങ്കിൽ നമുക്ക് നിർത്താം. സ്പെയർ പാർട്സിൻ്റെ ആ ചേട്ടൻ നമ്മുടെ ഇവിടെ കരിക്ക് വെക്കണ ചേട്ടനുണ്ടോ. അപ്പോൾ ആ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. എല്ലാത്തിൻ്റെയും സ്പെയർ പാർട്സ് ഉണ്ടെന്നാണോ പറഞ്ഞത്. അപ്പോൾ വിളിച്ച് നോക്കിക്കോ. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് വിളിക്കാമല്ലോ. 200 രൂപയുടെ അടുത്ത് കയറോ ഇല്ലേ നമുക്ക് നോക്കട്ടാ. 2 കട്ട CNG ആണ് എൻ്റെ പോയേക്കണത്. 150 രൂപക്ക് കയറിയിട്ടാ. ഫുള്ളാക്കിയിട്ടാ. ചാലക്കുടി വഴി നേരെ അപ്പം ചായ കുടിക്കാൻ ഇനി അതിരമ്പള്ളി വഴി മലക്കപ്പാറയിലേക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് ആനയൊക്കെയുള്ള സ്ഥലം ഇതുകൊണ്ട് ഉണ്ണിയാളിൽ നേർച്ചക്കിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അതിലൊന്നൊരു വെറൈറ്റി സ്ഥലത്ത് പോയിട്ടാണ് നമ്മന്ന് ചായ കുടിക്കാൻ വേണ്ടി പോണത്. ഇപ്പം 83 കിലോമീറ്റർ കഴിഞ്ഞിട്ടാ. ചായ കുടിച്ചിട്ടില്ല. 12:20 മാതാവിനെയും കൂടി കണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിട്ടാ. ജയ്ബ്രോ ഭയങ്കര ഭക്തനാണേ. അപ്പോൾ എല്ലായിടത്തും പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവുള്ളൂ. നമ്മൾ എവിടെ യാത്ര പോയാലും ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളൊക്കെ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ഒരാളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം കേട്ടോ. ഒരു ചായ കുടിക്കാൻ നിങ്ങളുടെ കൂട്ടുകാർ ഇതേപോലെ വിളിച്ചിട്ട് പോകും. ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ ഒരു കൂട്ടുകാരൻ വിളിക്കണതും വലിയൊരു ഭാഗ്യമല്ലേ കേസ്. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി എത്താറായി. 12:26 സ്ഥലം എത്തിയിട്ടില്ല. ചായ കുടിക്കണ എവിടെയാണെന്ന് അറിയാം. ചിലപ്പോൾ അതിരപ്പള്ളി ഏതായിരിക്കും, ചിലപ്പോൾ മലക്കപ്പാറയെന്നായിരിക്കും, ചിലപ്പോൾ പിന്നെ അതും കഴിഞ്ഞ് ഇനി വാൽപ്പാറയൊക്കെ പോകുന്നു അറിയില്ല കേട്ടോ. എങ്ങോട്ടാണെങ്കിലും ഞാൻ റെഡിയാണ്. ഫൈനലി വി റീച്ച്ഡ് അതിരപ്പള്ളി. ജയ്ബ്രോ പറഞ്ഞു ഇനിയും നേരെ പോട്ടെ എന്ന് പറയണത്. ഇനി നമ്മൾ കാട്ടിലേക്കാണ്ട് കയറാൻ പോകണം. ഒരു രക്ഷയില്ല. യെസ്
കുറേ പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുള്ള ഒരു വഴിയാണ്. എന്നാലും ഈ വഴിയിലൂടെ പോകുമ്പോൾ ക്യാമറ ഓണാക്കാതിരിക്കാൻ മാത്രം പറ്റില്ല ഗൈസ്. അത്ര മനോഹരമാണ് ഇവിടെ. പച്ചപ്പുണ്ടാന്ന് വെച്ചാൽ പച്ചപ്പുണ്ട്, എന്നാൽ അത്ര പച്ചപ്പില്ലടാ അല്ലേ. ടാർപ്പ ബ്രിഡ്ജ്, പക്ഷെ ഇതിന്റെ പാലം പണി ഇതുവരെയും കഴിഞ്ഞില്ല എന്നാ ഞാൻ ആലോചിക്കണം. എത്ര നാളായി ഇങ്ങനെ നടക്കണത്. ആണോ വെള്ളച്ചാട്ടം മൂടി കിടക്കണ പാലം. ആന വല്ലതും ഉണ്ടാ? ഇല്ലല്ലേ, രാത്രിയല്ലേ? ഇല്ല ഗൈസ്. ഫൈനലി റീച്ച്ഡ് വാഴച്ചാൽ കേട്ടോ. വണ്ടി നമ്പർ എന്ന് പറഞ്ഞാൽ KL43R 3008. എത്ര പേരുണ്ട്? 2 പേര്. പേരെന്ന് പറഞ്ഞു? ഫെബിൻ. ചേച്ചി വരുമ്പോ ഇതുപോലെ അവിടെ നിന്ന് വാങ്ങിക്കോളൂ കേട്ടോ. ശരി ശരി. ഫൈനലി മലക്കപ്പാറയിൽ പോയി 12:39 നമ്മൾ ഇവിടെ കയറിയേക്കണേട്ടോ, വാഴച്ചാലിൽ നിന്ന് കയറിയേക്കണത്. നമ്മ അവിടെ എത്തേണ്ട സമയം വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂറാണ്. ഔട്ട് ബൈ 2:39 നമ്മ പുറത്ത് ഇറങ്ങിയിരിക്കണം. അത് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പേരും കൊടുത്തിട്ടുണ്ട്, വണ്ടിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്നാന്ന് ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത്, പക്ഷെ 0 എന്നാ കൊടുത്താണ്. എൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇല്ല. അപ്പൊ അവരത് കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് സംഭവം കേട്ടോ. പൈസയൊന്നും ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് കയറി പോവാം. ഇനി 2 മണിക്കൂറുണ്ട് ആ കാർഡ് കഴിയാൻ വേണ്ടി. എന്തായാലും ആ കാർഡ് കഴിഞ്ഞാലും എവിടെന്നെങ്കിലും ഒരു ചായ മേടിച്ച് തന്നോട്ടാ ചെയ്യണോ. ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇതിലെ കൂടി വന്നപ്പോ നമ്മുടെ ഈ വെള്ളത്തിൽ കൂടി കണ്ട ഒരാന ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്യണായിരുന്നു കേട്ടോ. 2 കൊമ്പുള്ള ഒരു ആന. ചില ആനകൾക്ക് ഒറ്റ കൊമ്പ് ഉണ്ടാവുള്ളൂ, ഇത് 2 കൊമ്പുള്ള ഒരു കിടുക്കാച്ചി പോലോ 1.5 ഐറ്റം. ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിങ്ങനെ നടന്ന് ഇതിലെ കൂടി ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് കൂടി പോയി. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആനനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാട്ടോ. എന്തായാലും മലക്കപ്പാറ ചെന്ന് നമ്മ ഒരു ചായ കുടിച്ചിരിക്കും. എത്ര പ്രാവശ്യം വന്നാലും മടുക്കാത്ത ഒരു കാടാണ് അത്. ഈ വഴി കൂടി ഒരിക്കലെങ്കിലും യാത്ര ചെയ്തവർക്കറിയാം, അടിപൊളിയാണ്, വേറെ വൈബാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും നല്ല സൗണ്ട്, കിളികൾ മുഴുകുന്ന നാളങ്ങൾ ഒക്കെ കേൾക്കാം നമുക്ക്. ഉള്ളിൽ നല്ല സൗണ്ടൊക്കെ ഉണ്ട് കാടിൻ്റെ ഉള്ളിൽ, കിളികളും കുരങ്ങന്മാരും ഒക്കെ. അങ്ങനെ ഇതിലെ കൂടി പോകുമ്പോൾ പതുക്കെ പോകണം, കാരണം എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർക്ക് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞത് വിശ്വസിക്കുള്ളൂ. കാരണം സീനാണ് മോനെ, ഇത് എവിടെ എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ പറ്റണ ഒരു കാടാണത്. നമ്മ പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും കണ്ടെന്നിരിക്കൂല, പക്ഷെ മൃഗങ്ങൾ നമ്മളെ കണ്ടിട്ടുണ്ടാവും. ഇത് പെൺമയിലിനെ കിട്ടിയിട്ട കേസ്. അങ്ങനെ പോണ വഴിക്ക് അവസാനത്തെ ജംഗ്ഷൻ, അതായത് അവസാനത്തെ കടകളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കുക. ഞങ്ങൾ ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ടുണ്ട്, കാരണം ഞങ്ങളുടെ ഈ വെള്ളം ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് നേരെ ചായ കുടിക്കാനുള്ള സ്പോട്ടിലേക്ക് പോട്ടാ. ഹൈ ബ്രോ, എന്താണ് എണീറ്റിരിക്കണം? എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷം? കൊച്ചി റൈഡർ ഫ്രം കൊച്ചി പള്ളുരുത്തി ഇന്ന് മലക്കപ്പാറ വരെ പോണ്. പോയിട്ട് വരാട്ടാ. സുഖമായിട്ടിരിക്കണല്ലേ? വേറെ അപ്പൂപ്പനാണോ? പോയിട്ട് വരട്ടെന്നാ. ആനയൊന്നും ഇല്ലല്ലോ മുമ്പില്. ശരി എന്നാ. അല്ല വണ്ടി വരണ്ട, കയറണ്ട മേളിൽ. എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ ഇറക്കി വിടാം. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേ കൂടി കാട്ടി കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും ഫീഡ് ചെയ്യരുത്. മീൻസ് ഭക്ഷണം ഇട്ട് കൊടുക്കരുത് കുരങ്ങന്മാർക്ക്. നമ്മ സ്നേഹത്തിന്റെ പുറത്ത് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തതുകൊണ്ട് നമ്മൾ ഈ റോട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ വേറെ വണ്ടികളൊന്ന് അതിനെ ഇടിച്ച് ചമ്മന്തിയാക്കി അത് ചത്തുവും, വണ്ടി ഇടിച്ച് ചത്തുവും. അതുകൊണ്ടാണ് എല്ലായിടത്തും ഇവിടെ എഴുതി വെച്ചേക്കണത് ഫുഡ് ഇട്ട് കൊടുക്കരുതെന്ന്.
പിന്നെ നമ്മൾ കഴിക്കണ ഫുഡുകൾ അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവണ പ്രവൃത്തിയല്ല. കാരണം അതിന് കഴിക്കാനുള്ളത് കാട്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ കഴിക്കണ ഫുഡൊക്കെ കൊടുത്ത് കൊടും വിഷമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ ജീനൊന്നും അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. സോ അതൊരിക്കലും ചെയ്യരുത് ഗൈസ്. ഡോണ്ട് ഫീഡ് ആനിമൽസ്, വൈൽഡ് ആനിമൽസ് ഓൺ ഫോറസ്റ്റ്, കേട്ടാ. പലരും പറയുന്നുണ്ട് ഇതിലേ കൂടി പോയി കഴിഞ്ഞാൽ ഒന്നും കാണൂലെന്നൊക്കെ. ഗൈസ്, ഇതൊരു വലിയൊരു കാടാണ്. ആ കാടിന് നടുക്ക് നമ്മൾ ചെറിയൊരു റോട്ടിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വലിയ കാട്ടിൽ നമ്മളെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കണമെന്നൊന്നുമില്ലല്ലോ, മനസ്സിലായ? അത് ലക്കാണ്. വൈൽഡ് ആനിമൽ സൈറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ലക്കാണ്. ഞാൻ കുറേ ഫോറസ്റ്റ് ട്രാവലൊക്കെ ചെയ്തിട്ടുള്ള ഞാനും ജയ്ബ്രോ ഒക്കെ എൻ്റെ അമ്മോ ഒരു രക്ഷയില്ലാത്ത ട്രാവലറാണ്. അപ്പോൾ പിന്നെ അറിയാം, ഞങ്ങൾക്ക് അറിയണതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. ഗൈസ്, നിങ്ങളെവിടെയെങ്കിലും കാട്ടിലൂടെയൊക്കെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കരുത്. അത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഇൻ കേസ് ഇനി കണ്ടു കഴിഞ്ഞാൽ അത് ലോങ് സൈറ്റിൽ നിന്നാണ് കാണണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഭാഗ്യമാണ്. തൊട്ടടുത്താണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ല. ഇപ്പം കാട്ടാനയൊക്കെ കുറേ ആൾക്കാരെ ആക്രമിക്കണത്. ഇപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് വരെ ഒരു ന്യൂസിൽ ഞാനിപ്പോൾ കണ്ടായിരുന്നു. മീൻസ് ആന നമ്മുടെ കുട്ടമ്പുഴ അവിടെയാണ് ഒരു ചേട്ടൻ്റെ മേത്തേക്ക് പന വലിച്ചെറിഞ്ഞ് പിന്നെ വേറൊരു ചേട്ടനെ ചവിട്ടി കൊന്നു. അപ്പം ആനകൾ നിങ്ങൾ വിചാരിക്കണമല്ലെന്നല്ല, ആനനെ കണ്ടു കഴിഞ്ഞാൽ ആനേൻ്റെ അടുത്തേക്ക് ഓടാൻ നിൽക്കരുത്. വൈൽഡ് ആനിമൽസാണ് അത്, മനുഷ്യരല്ലത്. പണി വന്ന വഴി അറിയില്ല. സോ നമ്മൾ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മാക്സിമം ആസ്വദിച്ച് ഒന്നിനൊരു ഇതില്ലാതെ ആർക്കൊരു ശല്യം ഇല്ലാതെ യാത്ര ചെയ്യാൻ നോക്കാം. മാക്സിമം സ്പീഡിലൊക്കെ പോവാം, സേഫായി യാത്ര ചെയ്യാൻ നോക്കാം. കണ്ടു കഴിഞ്ഞാൽ ലക്കാണെന്ന് പറയാം. അത് ദൂരത്തു നിന്ന് കണ്ടാൽ മാത്രമേ ലക്കായിട്ടുള്ളൂ. അടുത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ട്രാപ്പാണ്. നമ്മളാ സിറ്റുവേഷനിൽ, മനസ്സിലായ? വീഡിയോയിൽ നമ്മളിപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ആന വന്ന് നിൽക്കണതാണ്. ആനപ്പെട വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് കൊടുത്തേക്കാം. കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുള്ളേ. ഗ്യാപ്പുള്ള സ്ഥലത്ത് വെച്ച് കിട്ടിയത് കൊണ്ട് നമുക്കിങ്ങനെ ഒതുക്കി കൊടുക്കാൻ പറ്റി. അപ്പോൾ ലക്കാണ്. ആനനെ കണ്ടാൽ നിങ്ങൾ ലക്കാണെന്ന് പറയണമെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ജീവന് ലക്കാണ്. ദൂരത്തുനിന്ന് കണ്ടാൽ മാത്രമേ ലക്കുള്ളൂ, മനസ്സിലായോ? അപ്പോൾ പോണ വഴിക്ക് ആനനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരും. അത് വേറെ കാര്യം. സേഫായിട്ട് നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ കാണിച്ചു തരുള്ളൂ. അല്ലെങ്കിൽ ഓടിക്കോ ജയ്ബ്രോ എന്ന് പറയും. ഗൈസ്, ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആനേനെ സൈറ്റിങ്സ് കിട്ടുന്ന ഏരിയയാണിത്. കാരണം ചുറ്റും ഇത് എന്താണ് ഇതിനെ പറയണത്? മുളങ്കാടല്ലേ? അങ്ങനെ എന്തോ ഒരു സാധനം പറയട്ടെ വേണ്ട ഈ സൈഡിൽ. പിന്നെ അപ്പുറത്തൊരു ഏരിയ ഉണ്ട്, അവിടെയൊക്കെ ഫുൾ ടൈം ആനകളാണ്. ഞാൻ എപ്പോഴും ബൈക്കിനൊക്കെ മുമ്പ് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അമ്മൂ ആനകളുടെ ബഹളം വരുന്ന സമയത്തൊക്കെ തള്ളണല്ലേട്ടാ സത്യം. ഈ സ്ഥലം ഇവിടെയൊക്കെ ഒറ്റ വളമൊക്കെ എടുത്ത് സ്പീഡിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ നേരെ ആനയുടെ കാലിടയിലേക്ക് ആയിരിക്കും പോകണം. ഇവിടെയൊക്കെ ഞാൻ അതുകൊണ്ട് എപ്പോൾ വണ്ടിയും കൊണ്ട് വന്നാലും ഞാൻ പതുക്കെ പോവുള്ളൂ. ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയതാണ് പണി. നമുക്കൊരു അനുഭവം കിട്ടുമ്പോഴേ നമ്മൾ പേടിക്കുള്ളൂ. പിന്നീട് ഞാൻ ഇതിലേ കൂടി പോകുമ്പോൾ പതുക്കെ നോക്കിയൊക്കെ പോണത്. കാരണം നമുക്ക് വണ്ടി വളക്കാനും ഇറങ്ങി ഓടാനുള്ള സ്പേസ് വേണേ. ഇതിൻ്റെ മേളിലൊക്കെ എപ്പോഴും ഉണ്ടാവും ആനകൾ. ഈ വഴി തന്നെ നോക്കിയാൽ നിങ്ങൾ ഒരു ആന വന്നിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന സീനുകളൊക്കെ ഉണ്ട്. യൂട്യൂബിൽ പലർക്കും ആ വിഷ്വൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെയൊക്കെ വണ്ടിയൊക്കെ നിർത്തണതില്ലേ സീനാണ്. അപകട മേഖലയാണ്. അണ്ണന്മാരാണ്. TN രജിസ്ട്രേഷൻ. ആലപ്പുഴകളാണ് മൊത്തത്തിൽ സീനാണ്. ഇവിടെ BSNL റേഞ്ച് ടവർ വന്നിട്ടാ കാടിൻ്റെ ഉള്ളിൽ കണ്ടാ. നമ്മുടെ ഫോണൊക്കെ ചത്തിരിക്കണോ, ഒരു റേഞ്ചും ഇല്ല. അപ്പൊ BSNL കിട്ടും. ഈ വഴിയിലൊക്കെ ആന വന്നിക്കണ വീഡിയോ ഉണ്ട് കേട്ടോ. നീ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും.
എപ്പോഴും ഇവിടെയൊക്കെ ആന ഉണ്ടാവും. നട്ടുച്ച സമയത്തുകൊണ്ടാണ് ആനകളൊക്കെ ഉറങ്ങണേയിരിക്കും. സീനാണ്ടാ. ഇപ്പൊ അത്യാവശ്യം ഇരുണ്ട് വിചാരിക്കണു 1:30 മണിയായിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര നിഗൂഢത പിടിച്ച സ്ഥലം. എന്തും എപ്പോ വേണമെങ്കിലും ചാടി വരുന്ന ഒരു ഘോരവനത്തിന്റെ നടുക്കാണ് നമ്മളിപ്പോൾ. അഘോരവനം. അങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തിയിട്ടാ. ഇതാണ് ആനക്കുളം ബ്രിഡ്ജ്, ആനക്കയം ബ്രിഡ്ജാണേ. അടുക്കുന്ന മീനൊക്കെ പിടിക്കുന്നുണ്ട് ചേട്ടന്മാർ. കാടിന്റെ മക്കളുണ്ട്. കാടിന്റെ മക്കൾക്ക് മാത്രമേ ഇവിടെ മീൻ പിടിക്കാൻ പറ്റുള്ളൂടാ. നമ്മൾ ഈ ചൂണ്ടയൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് മറ്റേ വലയൊക്കെ വീശാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ പിടിച്ചാത്തിടും. പിന്നെ സീനാണ്ടാ, സീൻ കോണ്ടറേണ്ടാ. അവിടെ ഒരു മച്ചാൻ നോക്കിക്കണ്ട് കണ്ടാ. അത് കണ്ടപ്പോ എല്ലാരും വണ്ടി നിർത്തിയതാ. JCB ഫ്രണ്ടിൽ പോണിട്ടാ, ചുരം കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹാഫ് ക്ലച്ചിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വണ്ടി CNG-ലാണ്ടാ. പെട്രോളിലോട്ട് ഞാൻ മാറ്റിയിട്ടില്ല, CNG തന്നെ കയറണുണ്ട് വണ്ടി. വലിയ സീനൊന്നുമില്ല. ഇനി അവർ ഒതുക്കി തരണം, എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പറഞ്ഞപ്പോൾ തന്നെ ഒതുക്കി തന്നിട്ട മച്ചാൻ. സ്നേഹമുള്ള മച്ചാൻ, നന്ദിയുള്ള മച്ചാൻ, അടിപൊളി മച്ചാൻ. നല്ല വ്യൂ ഉണ്ട് കേട്ടോ അപ്പുറത്ത്. ബ്രോ, നമ്മ ചായ കുടിക്കുമ്പോ വൈകുന്നേരം ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചായ മാത്രമല്ല, കടിയും കൂടി മിക്സ് ചെയ്തു ഗൈസ്. ഇതാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് കേട്ടോ. KCBയിൽ വർക്ക് ചെയ്യണ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റേ ഉണ്ട്, കാടിന് നടുക്കാണ്, ഡാമിനോട് ചേർന്നിട്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേക്കിട്ടാ. എൻ്റെ മറ്റേ ചാനലിലാണ് ഗൈസ്. ഇങ്ങനെ 2-3 അപകട വളവുകളുണ്ട്. അപ്പോൾ അത് വണ്ടി വന്നു കഴിഞ്ഞാൽ സീനാവും. കറക്റ്റ് ടൈമും കറക്റ്റായിട്ട് വണ്ടിയും വന്ന് എന്ത് മുട്ടി അത് മുട്ടൊന്നുമില്ല. സീനിക്കാസ് ബസ്സാണ്ടോ വേറെ ഫോണിലടിച്ചാ കേട്ടാൻ. ഇറങ്ങി തന്നെയാണ് ദൈവമേ. പെടാപ്പാട് പെട്ടു. ചവിട്ടിപ്പിടിച്ച് കയറി പോണോ നമ്മുടെ വണ്ടിയാണോ. CNG കിടന്നിങ്ങനെ ആ വണ്ടിയെ കയറി അങ്ങോട്ട് പോട്ടെ. തൊട്ട് പറ്റക്ക് കൊണ്ട് നിർത്തണത് അപകടം. ചെറിയ വളവ് നല്ലട്ട് രസ് വളവാണ്. സെറ്റ് കയറി. Don't drink and drive. Save rainwater. പിന്നെ ഗൈസ്, ചായ കുടിക്കാൻ വരുമ്പോൾ 2 മണിക്കൂറത്തേക്ക് റേഞ്ച് ഉണ്ടാവില്ലടാ ഗൈസ്. അങ്ങനെ നമ്മൾ ചായക്കടയിൽ എത്തിയിരിക്കുകയാണ്. ഷാർപ്പ് 3 മണിക്കിടാ. രാവിലെ 8:00-ക്ക് തുടങ്ങിയ പരിപാടിയാണ് അടാ ചായക്കട. പക്ഷെ നമ്മൾ ഇവിടെ നിന്നല്ല ചായ കുടിക്കാൻ വേണ്ടി പോണത്. രാവിലെ ഓടാനിറങ്ങിയ എന്നെ 8:30 മണിക്ക് വിളിച്ചിട്ട് നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൊരു ചായ കുടിക്കാൻ വേണ്ടി ഇത്ര കിലോമീറ്റർ 145 കിലോമീറ്റർ താണ്ടി ഇപ്പുറത്ത് വന്നിട്ടാ. അതാണ് സ്നേഹം എന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്കും ചായ കുടിക്കാൻ എന്നെ വിളിക്കാട്ടാ. മലക്കപ്പാറ റോഡ് വെറുതെ അടിപൊളിയാക്കിട്ടാ. നേരത്തെ ഭയങ്കര ശോകമായിരുന്നു, ഇപ്പൊ അടിപൊളിയാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആരും ഇല്ലട്ടാ. വേണ്ട, ശാന്തമായിട്ടിരിക്കണേ. അപ്പുറത്തെ സൈഡിലൊക്കെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടാ, ഞാൻ കാണിച്ചു തരാം.
നമുക്ക് അവിടെ നിന്നൊരു ചായയും കുടിച്ച് നേരെ തിരിച്ച് കൊച്ചിയിലേക്ക് പോകട്ടാ. ചിക്കുബക്ക് ആയില്ല. എൻ്റെ ബമ്പർ ഇപ്പൊ പോകുമ്പോ സ്റ്റൈല. അയ്യോ ഓക്കെ ഒന്ന് ഇറങ്ങി. ഭാഗ്യം ഞാൻ ഇറങ്ങിയതില്ലെങ്കിൽ ആ ബമ്പർ പോയാലേ കട്ട ഉള്ളിലോട്ട് കയറി കൈയിട്ടെടുത്ത് മാറ്റിക്കൊണ്ട് ഭാഗ്യം. ബമ്പർ ഇപ്പൊ പൊളിഞ്ഞാനേ കൈസെന്റാ. ആൾക്കാര് കയറ്റിക്കൊണ്ടോയിക്കോന്ന് പറയേ. നമ്മ ഇറങ്ങി നോക്കിയില്ലായിരുന്നുണ്ടെങ്കിൽ പണി കിട്ടിയാനി. മറ്റേക്കാളെന്ന് വെച്ചാൽ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടാ. ഞാൻ പോയി ഇതൊന്ന് കാണിച്ചിട്ട് വരാം. ഗൈസ് അങ്ങനെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിട്ടിട്ടാ. ഇനി നമ്മ ചായ കുടിച്ച് വരുമ്പോൾ ഒന്നും കൂടി ഇവിടെ കയറി ഇത് എടുക്കണം കേട്ടാ. സെറ്റ് നോക്കി വരണം കേട്ടാ. ബമ്പറൊക്കെ അടിച്ച് പൊളിയും അല്ലെങ്കിൽ. ഗൈസ് അങ്ങനെ നമ്മൾ ചായ കുടിക്കേണ്ട സ്പോട്ട് എത്തിയിട്ടാ. വെൽക്കം ടു തമിഴ്നാട്. തമിഴ്നാട് ബോർഡറിൻ്റെ അവിടെ എത്തിയിട്ടാ. നമ്മൾ അങ്ങോട്ടേക്ക് ഉള്ളിൽ കയറുന്നില്ല. കാരണം അവിടെ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡാമുണ്ട്. അവിടെ നിന്ന് തിരിച്ച് വരാൻ നേരത്ത് ചിലപ്പോൾ നമ്മളെ കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് വള്ളിയാകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നു. മലക്കപ്പാറയിലേക്ക് 145 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ കൊച്ചിയിൽ നിന്ന്. ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മുടെ വണ്ടി വിളിക്കുന്നു, നമുക്ക് നേരെ മലക്കപ്പാറയിൽ വന്നിട്ട് ചായ കുടിക്കാമെന്ന്. ഏത് നിമിഷത്തിലും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്താണ് ശരിക്കും സുഹൃത്ത് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകണ്ടേ ഗൈസ്? ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മച്ചാന്മാർ, അതായത് നിങ്ങളും എൻ്റെ സുഹൃത്താണ്. നിങ്ങൾ വിളിച്ചാലും ഞാൻ വരും. ഒന്നും കൊണ്ട് പേടിക്കണ്ട, ടാക്സി ഉണ്ട്. കിലോമീറ്റർ വെറും 15 രൂപ വെച്ച് തന്നാൽ മതി. നിങ്ങൾ വിളിച്ചോ ഗൈസ്, നമ്മുടെ വണ്ടിയൊക്കെ ഉള്ളതല്ലേ, നമുക്ക് നൈസായിട്ട് പോകാമെന്ന്. പിന്നെ കിലോമീറ്റർ ചാർജ് മാക്സിമം എത്ര കുറക്കാൻ പറ്റും അത്ര കുറച്ച് ഞാൻ സെറ്റാക്കി തരാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട ഗൈസ്. നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുത്തെ ചായക്കടയിൽ കയറിയിട്ടാ. അടിപൊളി. ഒരു 6 മണിയൊക്കെ ആയി കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് കോടയായിരിക്കും എന്നാണ് പറയണത്. നമ്മൾ അതിനു മുമ്പ് പോവും. ഫൈനലി വി റീച്ച്ഡ് മലക്കപ്പാറ ആൻഡ് ചിയേഴ്സ്. ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കണ സ്ഥലം നോക്കിയാൽ നിങ്ങൾ, ചായ കുടിക്കാൻ തേയിലത്തോട്ടത്തിലാണ് വന്നേക്കണത്. ഈ ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന്, അതായത് തമിഴ്നാട് ബോർഡറായ മലക്കപ്പാറ വരെ എത്തിയിട്ടാ. നല്ല ക്ലൈമറ്റ് ആണ്, നല്ല കാറ്റത്ത്, നല്ല അടിപൊളി, നല്ലൊരു അന്തരീക്ഷത്തിലിരുന്ന് ചായ കുടിക്കണ വൈബ് വേറെ വൈബാണ്. രാവിലെ നമ്മൾ ഒരു കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മളെ ജയ്ബ്രോ വിളിച്ച്, ജയ്ബ്രോ പറഞ്ഞത് വാട ഒരു ചായ കുടിച്ചിട്ട് വരാടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് തൊട്ടപ്പുറത്തെ കടയിൽ എവിടെയെങ്കിലും പോയി ചായ കുടിക്കാനായിരിക്കുമെന്നാണ്. പിന്നെ നമ്മ തോപ്പുംപടി പാലം കഴിഞ്ഞ്, വൈറ്റില കഴിഞ്ഞ്, എടപ്പള്ളി, അങ്കമാലി, ചാലക്കുടി, അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഈ ചായ കുടി വേറെ ലെവൽ സ്ഥലത്തായിരിക്കുമെന്ന്. അങ്ങനെ നമ്മൾ ചാലക്കുടി കട്ട് ചെയ്ത് അതിരപ്പള്ളി വഴി മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്ന് നടാ ചായ കുടിക്കണത്. അത് നല്ല കാറ്റത്ത് നല്ല അടിപൊളി തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് വന്നിരുന്നു. ഈ ആൽമരത്തിൻ്റെ താഴ്ത്തിരുന്ന് എന്നാ വൈബ് ചായ കുടിയാണ് ഗൈസ്. പൊളി. ഇത്രയും കിലോമീറ്റർ താണ്ടി ഈ ആൽമരത്തിൻ്റെ അടുത്ത് ഈ തേയിലത്തോട്ടത്തിൻ്റെ മുമ്പിലിരുന്ന് ഈ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം വേറെ വൈബാണ് ഗൈസ്, വേറെ ലെവല്. ഈ ചായക്കറിയില്ലല്ലോ, ഇത്ര കിലോമീറ്റർ താണ്ടി ഞാൻ ഈ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം എല്ലാ ദിവസവും പറയണ പോലെ ഇന്ന് ഞാൻ എന്ത് സമ്പാദിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു ചായ ഉണ്ടാ സമ്പാദിച്ചത്. പിന്നെ ഒരു 200 രൂപ, ഒരു 200 രൂപയും ഒരു ചായയാണ് ഞാൻ ഇന്ന് സമ്പാദിച്ചേക്കണേട്ടാ. പക്ഷേ എനിക്ക് നല്ല ഹാപ്പിനെസ് ആയിരുന്നു. നമ്മുടെ കമ്പനിക്കാർ വാടാ ഒരു ചായ കുടിക്കാൻ പോവാടാന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് പല സ്ഥലത്തോട്ടായിരിക്കും. ഇന്നിപ്പോൾ വന്ന് വിട്ട് നമ്മൾ മലക്കപ്പാറയാണെങ്കിൽ നാളെ ചിലപ്പോൾ മൂന്നാറായിരിക്കും, കൊടൈക്കനാൽ, ചിലപ്പോൾ ഇൻ്റർനാഷണലിൽ പോയി ചിലപ്പോൾ ചായ കുടിച്ചെന്നും വരാം. ഇപ്പം സമയം 3:59 കേട്ടോ. ഞങ്ങൾ 1 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു.
അപ്പോൾ നേരെ ഇനി തിരിക്കണേണ്, വേറെ പരിപാടിയൊന്നുമില്ല. ചായയൊക്കെ കുടിച്ച് സെറ്റായി ഹാപ്പിയാണ്. കുറേ നേരം ഞങ്ങൾ ഈ മരത്തിൻ്റെ അടിയിൽ മരത്തിൻ്റെ അടിയിൽ സംസാരിച്ചിരുന്നു. ഈ തേയിലത്തോട്ടം നോക്കി ഇതേ അവിടെ നിന്ന് ഒരു ചായ മേടിച്ച് കുടിച്ച് ആഹാ എന്നാ വൈബായിരുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടിരിക്കണവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യടാ. നമുക്ക് ടാക്സി വണ്ടിയൊക്കെയാണ് ഉള്ളത്. കിലോമീറ്ററിന് നിങ്ങൾ ഒരു 15 രൂപ വെച്ച് തന്നാൽ മതി, ബാക്കി നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യാം. 145 കിലോമീറ്ററിന് അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൊച്ചിയിൽ നിന്ന് മലക്കപ്പാറിലേക്ക്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ, 145 × 15 1 സൈഡ്, 2 സൈഡ് എന്ന് പറയുമ്പോൾ 145 + 145 × 15 അത്ര മതി നമുക്ക്. വിളിച്ചോ. അല്ല, പൈസ മേടിക്കാതെ എനിക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പറ്റില്ല, അത്ര വലിയ റിച്ച് ആയിട്ടില്ല കേസ്. റിച്ച് നമുക്ക് ലോട്ടറിയൊക്കെ അടിക്കുമ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ പൈസയൊക്കെ ഇല്ലാതെ കൊണ്ടുവന്ന് ഹാപ്പിയാക്കി ചായ കുടിപ്പിക്കാം. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. എന്തായാലും നാളെ ഒരു കിടിലം വീഡിയോ ആവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചന്മാർക്കും നന്ദിയുണ്ട് ഇടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേടാ. പിന്നെ നിങ്ങൾക്ക് ചായ കുടിക്കാൻ തോന്നുമ്പോൾ ദേ ഈ ഒരു സ്പോട്ടിൽ വരിക, ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിൽ ദേ ആ ഒരു മരത്തിൻ്റെ അടിയിൽ വന്നിരിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു ചായ മേടിച്ച് ഒരു അരമണിക്കൂർ ദേ ഇവിടെ നോക്കിയിരുന്നേ ഞാൻ കിട്ടണ സങ്കടമൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ലൈഫിൽ, മനസ്സിലായ? തീരും. ഹാപ്പി ആയിട്ടിരിക്കുക. ബി ഹാപ്പി. ബൈ ബൈ. ജയ് ബ്രോ, ചായ കുടിച്ചില്ലേ? പോവാലോ. ഓക്കെ, ഹാപ്പി അല്ലേ? ഡബിൾ ഹാപ്പി. അപ്പം മച്ചാമാരെ, നിങ്ങൾക്കും ഇതേപോലെ ഒരു ചായ കുടിക്കാനൊരു ദിവസം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി വിളിക്കാട്ടാ. 4 പേർക്ക് വരെ ചായ കുടിക്കാൻ പോവാം. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാട്ടാ. ചെറിയ വഴിയായതുകൊണ്ട് ഇതേപോലെ റിസ്ക് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഒതുക്കിയൊക്കെ കൊടുക്കണം വലിയ വണ്ടികൾ വരുമ്പോൾ. എല്ലാ വണ്ടിയും ഒതുക്കിയിട്ടേക്കണണ്ട, ഇതൊക്കെ നോക്കി നമ്മൾ ഓടിക്കണം. ലൈറ്റ് അടിയാട്ടാ, വീഡിയോ എടുക്കണില്ലേ? എവിടാ കൈ നോക്കി കാണിച്ച് സീൻ ചാർപ്പാ. നാട്ടിൽ പോയിട്ട് ആനനെ കണ്ടില്ല. ഇതേ നാട്ടില് കാറിന്റെ ഇടയിൽ കൂടി ആന പോണു. എന്ത് ചെയ്യാനാണല്ലേ. ഓക്കെ, ടാറ്റ ബൈ. സമയം കണ്ട ജയ്ബ്രോണ് ഇറക്കണത് 8:34. രാവിലെ 8:34 പിക്ക് ചെയ്ത് രാത്രി 8:34 ജയ്ബ്രോനെ ഇറക്കി വിട്ടിട്ടാ. രാത്രി 9 മണിക്ക് കുളിപ്പിക്കണ സീനാണ്ടാ മച്ചാനാ. നിറച്ച് പൊടിയായി. നമുക്ക് ഈ പൊടിയൊക്കെ പിടിച്ച് നമ്മുടെ വണ്ടി കാണുമ്പേ ഒരു സങ്കടം. ഞാനൊന്ന് ഷാമ്പൊക്കെ ഇട്ടൊന്ന് കുളിപ്പിച്ചേക്കട്ടെ പാവത്തിനാ.